അപ്പോൾ നമ്മൾ തിരുവാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. തിരുവാന്താംകുന്ന് ക്ഷേത്രത്തിൽ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്ന. നമസ്കാരമുണ്ട്. தமிழா அங்க ஓட்டு செய்ய போறதுண்டோ? போடுவோம். யாருக்கு ஓட்டு செய்யும்? நாங்க விஜய்க்கு தான் ஓட்டு போடுவோம். அப்படியா? விஜய் ஃபேனா? விஜய் கி ஜே. விஜய் கி ஜே. ஸ்டாலின் எப்படி? பயப்பட வேண்டாம். நான் வந்து பாவம். ஸ்டாலின் எப்படி? ஸ்டாலின் எப்படின்னா நல்லா வரா படம். ஐயா இங்க வா. ஐயா இங்க வாங்க உடனே. இங்க வா. விஜய் தான் பிடிக்கும். அதனால அவருக்கு தான் ஓட்டு போடுவோம். தமிழக வெற்றி கழகம் கி ஜே. எத்தனை நாள் போட்டவங்களுக்கே ஓட்டு போட்டுட்டு இருக்கட்டும். ஒரு டைம் மாத்தி போட்டா நல்லது நடக்குதான்னு பாப்போம் எல்லாத்துலயும். இத்தவணை விஜய் ஜெயிக்கும். കണ്ടിപ്പാ ജയിപ്പാര്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലെയും ഗംഭീര സ്പന്ദനമൊക്കെ അറിയാം. നമ്മുടെ ആ ചേച്ചി വിജയ്ക്ക് തമിഴക വെട്ടി ഘടകത്തിന്റെ ആരാധികയാണ്, വിജയുടെ ആരാധികയാണ്. അപ്പൊ വിജയ് ജയിക്കുമെന്നാണ് പറയുന്നത്. എന്നാ ഉണ്ട്? സുഖമല്ലേ? കച്ചവടമൊക്കെ ഉണ്ടോ? നല്ല ചൂടുണ്ട്. കട്ട ചൂടുണ്ട്. ചോറുണ്ടോ? ചോറുണ്ണാൻ പോവുകയാണ്. ചോറുണ്ണണം. ഇലക്ഷൻ ഒക്കെ വരിക. ഇലക്ഷൻ വരുന്നുണ്ട്. എന്താ ഒരു ഫീൽ? എന്താ ആര് ജയിക്കുമെന്നൊക്കെ തോന്നുന്നേ? LDF ജയിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ആണല്ലേ? CP പാർട്ടിക്കാരനാണോ? അതെ. പാർട്ടിക്കാരനാണ്. എന്നാ ഉണ്ട്? ചേട്ടന് CP കാരനാണോ? അപ്പൊ LDF ജയിക്കും. LDF ജയിക്കും ഇൻഷാല്ലാ. അപ്പൊ അവിടെ ചേച്ചി നമസ്കാരം. എന്തുണ്ട്? വാ, ഇലക്ഷൻ വരുവാ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നല്ല ഗംഭീരമായ ചൂടാണ്. ആ ഗംഭീരമായ ചൂടിനിടയിലും ഏതെങ്കിലും തരത്തിൽ ആളുകൾ വരുന്നുണ്ട്. ആളുകൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് പറയാൻ കുറച്ച് മടിയില്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാരെ കുറച്ചൊന്ന് പിടിച്ചിട്ടാണ്, ഒരു പൊടിക്കൊരു സെറ്റ് പിടിച്ചിട്ടാണ് നേർക്കുന്നതാണ് പറഞ്ഞത്. എന്താ കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. അത് ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായം തുറന്നു പറയുന്നത്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ നമ്മൾ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ കൃത്യം ആർക്ക് വോട്ട് ചെയ്യും എന്നാണ് നേർക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പോൾ ആൾക്കാർ അങ്ങനെ എളുപ്പത്തിൽ പിടിതരുന്നില്ല. പക്ഷേ എന്നാൽ പോലും ചില സൂചനയൊക്കെ തരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മാത്രം ആൾക്കാരല്ല എന്ന കാര്യം ഉറപ്പാണ്. എങ്കിൽ കൂടിയും ഇത്ര വലിയ ഒരു സാമ്പിൾ സൈസ്, നമ്മൾ സർവേക്ക് സാമ്പിൾ സൈസ് ആണല്ലോ പറയാം. നമസ്കാരമുണ്ട്. വോട്ടൊക്കെ ചെയ്യണ്ടേ? ആർക്കാ വോട്ട് ചെയ്യുന്നത്? അമ്മ എന്തുണ്ട്? ചോറുണ്ടോ? സൂപ്പർ സദ്യ അല്ലേ? ആർക്കാ വോട്ട് ചെയ്യുന്നത്? ആര് ജയിക്കണമെന്ന് ആഗ്രഹം? അത് പറയും. ആര് ജയിക്കണമെന്ന് ആഗ്രഹം? അതും പറയൂല. ഹലോ, ഹൗ ആർ യു? ഫൈൻ. ഹായ്. എന്തുണ്ട്? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഗ്ലാമർ ആയിട്ടാണല്ലോ. വോട്ട് എന്തായാലും ചെയ്യും. ഏത് മണ്ഡലം? ഈ മണ്ഡലമാണോ? ഈ മണ്ഡലമല്ല, മഞ്ചേരി മണ്ഡലമാണ്. മഞ്ചേരി. എന്താ അവിടുത്തെ അവസ്ഥ? അവിടുത്തെ അവസ്ഥ രാഷ്ട്രീയത്തിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ വോട്ട് എന്തായാലും ചെയ്യണം പ്രാവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.